തീർച്ചയായിട്ടും ഈ ഒരു കമ്പൈലേഷൻ വാസ്തവത്തിൽ ഒരു വെബ്സൈറ്റിലാണ് തുടങ്ങിയത്. അതോടൊപ്പം ചിത്രങ്ങൾ ശേഖരിക്കാമെന്നും പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്ന് ഒടുവിൽ ഇത്രയും മനോഹരമായ ഒരു ഗ്രന്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ച് ഇത് അമൂല്യമായിട്ടുള്ള ഉപഹാരം എങ്ങനെ നമ്മുടെ വകുപ്പിന്, നമ്മുടെ വിദ്യാലയങ്ങൾക്ക്, കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക്, രക്ഷാകർത്താക്കൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുകയും വേണ്ട തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രമേ അങ്ങേയറ്റം അപൂർവ സൗന്ദര്യമുള്ള ചരിത്രത്തിന്റെ ഉൾവലികൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു സൗന്ദര്യം സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടികൾ ഉണ്ടാവുന്നുള്ളൂ. അത് പിറക്കുന്ന ഒരു നിമിഷങ്ങളിൽ ഒന്നാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അനൂപ് എടുത്ത ശ്രമം വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുകയില്ല. പലരെ കൊണ്ടും നിരാശ കൊണ്ടും വല്ലാത്ത ഒരു അസാമാന്യമായിട്ടുള്ള ഒരു മാനസിക കരുത്തുള്ള വ്യക്തികൾക്ക് ഇത്രത്തോളം തെരഞ്ഞു കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ ക്ഷമാശീലം, സഹനം എന്നിവ ശ്രീ അനൂപിന് വേണ്ടുവോളം ഉണ്ടെന്നും ഒരു ഗവേഷണത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നുവെന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും.